എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. മഹബത്ത് കൊണ്ട് തന്നെ, അങ്ങേയറ്റ സ്നേഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാസമയത്തും നിസ്കാരത്തിന് വരുന്ന ഒരു രൂപവും തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളും വരികയാണ്. അതുകൊണ്ട് ഒന്ന് മാറി താമസിക്കാൻ സമ്മതം തരണം എന്ന് പല പ്രാവശ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടും മറ്റുമൊക്കെ സമ്മതം ചോദിച്ച് ഷാമിലേക്ക് നീങ്ങി തിരിച്ച് മദീനയിലേക്ക് വന്നപ്പോ ബാങ്ക് കൊടുക്കാൻ ആരും പറയരുത്, അതിന് കഴിയില്ല എന്ന് പറയുമ്പോഴും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്ന് പറഞ്ഞപ്പോ പിന്നെ അതിന് മാറ്റാൻ പറ്റൂലല്ലോ. കാരണം ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അഭ്യർത്ഥന ഒരിക്കലും നിരസിച്ചിട്ടില്ല. ആ രണ്ട് കുട്ടികൾ ഇങ്ങനെ നടന്നു വരുമ്പോ മിമ്പറിൽ വെച്ച് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന തങ്ങള്, അതാ എൻ്റെ രണ്ട് മക്കള് വരുന്നു, ഹുമാ റിഹാനത്തായി ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള എൻ്റെ രണ്ട് റിഹാൻ പുഷ്പങ്ങളാണ് ആ മക്കള്. അവരിങ്ങനെ വരുമ്പോ നിങ്ങളിലേക്കുള്ള ഖുതുബയുടെ ശ്രദ്ധ മാറി ഞാൻ എൻ്റെ കുട്ടികളിലേക്ക് നോക്കുകയാണ്. ആ രണ്ട് മക്കളെയും തങ്ങൾ വിളിച്ചു. വലത്തുഭാഗത്തും ഇടതുഭാഗത്തും ഇരുത്തിയ ശേഷം തങ്ങൾ ഖുതുബ തുടർന്നു. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നാൽ ഏത് സദസ്സിലാണെങ്കിലും തങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തങ്ങൾ പറയും പോലെയാണല്ലോ മക്കൾ പറയുന്നത്. ആ അഭ്യർത്ഥന മാനിച്ചാണ് വീണ്ടും ബാങ്ക് വിളിക്ക് മഹാനവറുകൾ പ്രേരിതനായി മുന്നോട്ട് നിന്നത്. ബാങ്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പലരോടും പറഞ്ഞു മടക്കിയിട്ടും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പിന്നത് മടക്കാൻ പറ്റൂല എന്ന നിലക്കാണത് സ്വീകരിച്ചത്. എന്തേ കാരണം? അതൊരു മഹബത്താണ്. മഹബത്തിന്റെ മാർഗമായ ആ മാർഗം സ്വീകരിച്ചു. പക്ഷേ ബാങ്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ പിന്നങ്ങോട്ട് തൊണ്ടയിടറിപ്പോയി. ബാക്കി പിന്നീട് മറ്റൊരാൾ പൂർത്തീകരിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതാ മഹബത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ഒരു തരം.